അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ പോരിശയുണ്ട് എന്ന് പറഞ്ഞ ഒരു സുന്നത്തായ നിസ്കാരമാണല്ലോ തഹജ്ജുദ് നിസ്കാരം. രാത്രിയുടെ യാമങ്ങളെ ഉറക്കിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ ഖുശൂഅോടെ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് വലിയ പ്രതിഫലമാണ് ഈ ദുനിയാവിലും വരാനുള്ള ആഖിറത്തിലും യജമാനനായ റബ്ബ് മുഅ്മിനീങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്നറിഞ്ഞാൽ, എന്തൊക്കെയാണ് അള്ളാഹു അതിന് ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ എന്ന് നാം മനസ്സിലാക്കിയാൽ ഒരിക്കൽ പോലും ആ തഹജ്ജുദ് നിസ്കാരം മുടക്കാൻ നാം തയ്യാറാകൂല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, എത്ര പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും, എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ആ 2 റക്അത്തുകൾക്ക് നമുക്ക് വലിയ സ്ഥാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന പോരിശകൾ, പ്രതിഫലങ്ങൾ എന്നറിഞ്ഞാൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയിട്ടാണ്, എത്രത്തോളം ഗൗരവത്തോടു കൂടിയിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് അവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ലോകൈക ഗുരുവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ജീവിതം എത്ര ധന്യമായിരുന്നു. നബിയെ തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ നാം പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓഫറാണ്. അങ്ങനത്തെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടുവോളം, കാല് നീരുകൊണ്ട് പ്രയാസപ്പെടുവോളം അവിടുന്ന് നിസ്കരിച്ചിരുന്നു. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, നബിയെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? താങ്കളുടെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തന്നില്ലയോ? അവിടത്തേക്ക് ഇനി പാപങ്ങളൊന്നും ഉണ്ടാകൂലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, യാ ആയിഷ, മോളെ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ഇഷ്ടപ്പെടണ്ടയോ ആയിഷ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരടിമ അള്ളാഹുവിനോട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്ത് രാത്രി സമയത്തുള്ള നിസ്കാരമാണ്. രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിയ സമയം, എല്ലാവരും ഉറങ്ങുന്ന സമയം, എല്ലാവരും സുഖനിദ്രയിലാഴുന്ന സമയം എഴുന്നേറ്റൊന്ന് യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഒന്ന് സമയം കണ്ടെത്തിയാൽ സൃഷ്ടാവായ അള്ളാഹുവിന് അത്രത്തോളം പ്രിയങ്കരമായ മറ്റൊന്നുമില്ല എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു കാത്തുവെച്ചിരിക്കുന്നത് എന്ന്, അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ് എന്ന്, അള്ളാഹു കൊടുക്കുന്ന പോരിശ എന്താണ് എന്ന് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നോക്കൂ നിങ്ങൾ, എത്രയോ വലിയ പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ. എത്രയോ പാപങ്ങൾ നമ്മിൽ നിന്നും ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ യജമാനനായ റബ്ബ് ഈ പാപങ്ങളൊക്കെ, നമ്മൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കും. എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുപ്പിക്കണോ, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എനിക്ക് മാപ്പ് ചെയ്യിക്കണോ, എന്നാൽ എൻ്റെ തഹജ്ജുദ് നിസ്കാരം കൃത്യമാക്കിയാൽ മതി. എൻ്റെ രാത്രിയുടെ യാമങ്ങളിലുള്ള ഉറക്കമൊന്ന് ഒഴിവാക്കി ഞാൻ ആ സമയം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം കണ്ടെത്തിയാൽ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എനിക്ക് പൊറുപ്പിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും നാവുകൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും സദാസമയം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്ന് പൊറുപ്പിച്ച് കിട്ടണമെങ്കിൽ, ഇതൊക്കെ ഒന്ന് മാപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ഓഫറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതല്ലേ, പുന്നാരൻ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതല്ലേ, നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് വലിയ തെറ്റാണെങ്കിലും അത് പൊറുപ്പിക്കാൻ, ഈ ദുനിയാവിൽ വെച്ച് അത് മാപ്പ് ചെയ്യിക്കാൻ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് സാധ്യമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു അനുഗ്രഹം, രണ്ടാമത്തെ ഒരു പ്രതിഫലം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കാനുള്ള അവസരം ദുനിയാവിൽ നിന്ന് ലഭിക്കും. അള്ളാഹുമായിട്ട് അടുക്കുന്ന എങ്ങനെ? അള്ളാഹുമായിട്ട് എങ്ങനെയാണ് ഒരു അടിമ അടുക്കുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസ്, അള്ളാഹു പറഞ്ഞു എന്ന, അള്ളാഹു പഠിപ്പിച്ചു എന്ന, അള്ളാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയുക, എൻ്റെ ചില അടിമകളുണ്ട് ദുനിയാവിൽ, എൻ്റെ ചില അടിമകൾ, അവരെ കാണാൻ വലിയ കോലമൊന്നും ഉണ്ടാകൂല, കാണാൻ വലിയ ഉഷാറൊന്നും ഉണ്ടാകൂല, കീറിപ്പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രമായിരിക്കും അവർ ധരിച്ചിട്ടുണ്ടാകുക, അവരെ ആർക്കും വില ഉണ്ടാകൂല. പക്ഷേ അവരെന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹ് അങ്ങോട്ട് കൊടുക്കും. അത്
അള്ളാഹിനോട് എന്തെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവേ നീ ഇത് നടത്തിത്തരണം എന്ന് പറഞ്ഞാൽ ലാ ബർറ, അത് സത്യമാകും, അള്ളാഹു അതങ്ങോട്ട് ചെയ്തു കൊടുക്കും. എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതങ്ങോട്ട് നീക്കിക്കളയും. മഹാനായ മടവൂർ ഷേഖിൻ്റെ ചരിത്രമൊക്കെ പറയാം, കേൾക്കാം. അവിടുത്തെ അടുക്കലേക്ക് വല്ല പ്രയാസവും വല്ല അസുഖമൊക്കെ ആണെന്ന് പറഞ്ഞ് ചെന്നാൽ അവിടുന്ന് പറയുന്നൊരു വാക്ക്, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട. ആ അസുഖം മാറിയവരായിട്ടായിരിക്കും ആ രോഗി തിരിച്ചു വരുന്നത്. എന്തേ കാരണം? ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അതങ്ങോട്ട് കൊടുക്കും. പിന്നെ അവരുടെ കൈകൾ അള്ളാഹുവായി മാറും, അവരുടെ നാവ് അള്ളാഹുവായി മാറും, അവരുടെ കാലുകൾ അള്ളാഹുവായി മാറും, അവരുടെ ശരീര അവയവങ്ങളൊക്കെ അള്ളാഹുവായി മാറും. എന്തേ കാരണം? എന്തു ചെയ്താലും അത് നടക്കുന്ന രൂപത്തിൽ, അത് വാസ്തവമാകുന്ന രൂപത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും, അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. ഒരടിമ എൻ്റെ അടുക്കലേക്ക് ഒരു ചാണെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു മുഴം അവരിലേക്ക് അടുക്കും. അവരെൻ്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അള്ളാഹു ഏറ്റെടുക്കും നമ്മെ. അള്ളാഹുവിനോട് അടുക്കാൻ, അള്ളാഹുവുമായിട്ടൊരു അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് സാധിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് സ്വാലിഹീങ്ങളായ ആളുകൾ. നാളെ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത് അവർക്കാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത വിഭാഗമാണ് സ്വാലിഹീങ്ങൾ. ഈ സ്വാലിഹീങ്ങളുടെ അടയാളമായി ദുനിയാവിൽ അടയാളമാക്കപ്പെടുന്നത് തഹജ്ജുദ് നിസ്കാരമാണ്. മുടങ്ങാതെ അവർ നിസ്കരിക്കുന്ന ആ തഹജ്ജുദ് നിസ്കാരം അവരുടെ അടയാളമാണ്. അവർ സ്വാലിഹായ മനുഷ്യരാണ് എന്ന്, നല്ല വ്യക്തിയാണ് എന്നതിൻ്റെ അടയാളമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നാലാമതായി ഒരു ദുനിയാവിൽ കിട്ടുന്ന ഒരു പ്രയോജനം, ഒരു പ്രതിഫലം, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് മാനസികമായ പ്രശ്നമാകട്ടെ, ശാരീരികമായ പ്രശ്നമാകട്ടെ, ഇനി സാമ്പത്തികമായ പ്രശ്നമാകട്ടെ, ശരീരം തളർന്നു അസുഖം വന്ന് ആകെ ക്ഷീണിതനായി ഒരു നിലയ്ക്കും വയ്യാത്ത അവസ്ഥയിലായി, പക്ഷേ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണോ ആ ശരീരത്തിൻ്റെ പ്രശ്നത്തിന് അല്ലാഹു പരിഹാരം കാണിച്ചു കൊടുക്കും. ഇനിയോ മാനസികമായി വല്ലാതെ പിരിമുറുക്കം അനുഭവപ്പെടുന്നു, വല്ലാതെ പ്രയാസം അനുഭവപ്പെടുന്നു, ടെൻഷൻ അനുഭവപ്പെടുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെങ്കിൽ അതിൻ്റെ പരിഹാരം അവന് കൊടുക്കും. സാമ്പത്തികമായി കടം കയറി വലഞ്ഞു, സാമ്പത്തികമായി വല്ലാതെ തകർന്നു, വല്ലാതെ പ്രതിസന്ധിയിലായി, എന്നാൽ ആ മനുഷ്യന് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എത്ര മുക്കിയാലും തീരാത്ത വിശാലമായ ഖസാനകൾ, ഖജനാവുകൾ അവർക്ക് തുറന്നു കൊടുക്കും. അള്ളാഹു ദുനിയാവിലെ പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സകല പ്രശ്നങ്ങൾക്കും അറുതി വരുത്തുമെന്ന് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മഹത്വം പറയുന്ന മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരാളുടെ ഹൃദയത്തിലും ചിന്തിക്കാത്തത്ര വലിയ പ്രതിഫലം, വലിയ മഹത്വം, വലിയ അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകും. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. വെറുതെ പറയുന്നതല്ല. മഹാന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ തുച്ഛമായ ജീവിതം നയിച്ചവർ, ചെറിയ ജീവിതം നയിച്ചവർ, കുറഞ്ഞ കാലയളവ് ജീവിച്ചവർ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണ്, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പോയിട്ടുള്ളത്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. തഹജ്ജുദ് നിലനിർത്തുന്നവരിൽ, മുടങ്ങാതെ അനുഷ്ഠിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇനി അതിലൊക്കെ ഉപരി ആ മനുഷ്യന്, തഹജ്ജുദ് കൃത്യമായി നിർവഹിക്കുന്ന മനുഷ്യന് ഈ ദുനിയാവിൽ അവൻ്റെ മുഖത്തിനൊരു പ്രകാശം അല്ലാഹു കൊടുക്കും, ഒരു നൂറ്, ഒരു വെളിച്ചം. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഈമാനിൻ്റെ പ്രകാശം നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. മുഖത്തൊരു ഈമാനിൻ്റെ പ്രകാശമുണ്ടാകും. എന്തേ കാരണം? അവർ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം അവർ മുടങ്ങാതെ അനുഷ്ഠിക്കുന്നവരാണ്. അതിൻ്റെ ഒരു പ്രകാശം, പ്രത്യേക ഒരു ലൈറ്റ് അവരുടെ മുഖത്തുണ്ടാകും. അതുകൊണ്ട് അവരെ തിരിച്ചറിയപ്പെടും. അള്ളാഹു അങ്ങനെ പ്രകാശം നമുക്കും നൽകുമാറാകട്ടെ. ഇതിനൊക്കെ എന്തു വേണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? രാത്രിയുടെ കുറഞ്ഞ സമയം, ഒരു 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ, ഒരു 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ, 2 റക്അത്ത് നിസ്കരിക്കാൻ, ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒന്ന് കൈ ഉയർത്തി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മളൊന്ന് സമയം കണ്ടെത്തിയാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുപോലെ തന്നെ നാം യാത്ര ചെയ്യുന്നവരാണ്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്.
എത്രയെത്ര പ്രശ്നങ്ങൾ നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്നും സലാം പറഞ്ഞു പോയ പിതാവ് വൈകുന്നേരം മയ്യത്തായിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപകടത്തിൽ മരിച്ചുപോയി. ദിവസവും എത്രയെത്ര ആക്സിഡൻറ്റുകളാണ്, എത്രയെത്ര അപകടങ്ങളാണ് നമ്മൾ വാർത്തകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം മുടക്കാത്തവന്, കൃത്യമായി നിർവഹിക്കുന്നവന് യജമാനനായ റബ്ബ് എല്ലാ അപകടങ്ങളിൽ നിന്നും കാവൽ നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള കാവലായിട്ട്, ഒരു പരിചയമായിട്ട്, ഒരു പ്രൊട്ടക്ഷനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂടെ ഉണ്ടാകും. കാരണം അള്ളാഹ് ഏറ്റെടുത്ത ആളല്ലേ, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തവനല്ലേ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ആ സമയമുണ്ടല്ലോ, രാത്രിയുടെ അവസാന സമയം. ആ സമയത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ചോദിച്ചത്, അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം, നീ എനിക്ക് കാവൽ നൽകണം. അള്ളാഹു ആ ദുആ സ്വീകരിക്കൂലേ? യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങണം, അള്ളാഹുവിനോട് നസൂഹായ തൗബ നിങ്ങൾ ചെയ്യണം. അള്ളാഹു അത് സ്വീകരിക്കും. ഇന്നഹു കാന തവ്വാബ. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അവൻ ഒരുപാട് പുറത്തു തരുന്നവനാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ നടത്തി തരുന്നവനാണ്. എല്ലാം അറിയുന്നവനായ യജമാനനായ റബ്ബ് ഒന്നാം ആകാശത്ത് വന്ന് ആരാണ് എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നത്, ഏതടിമയാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ആരാണ് എന്നോട് പൊറുക്കൽ തേടുന്നത്, ഞാൻ അവർക്ക് പൊറുക്കാൻ തയ്യാറാണ്. ആരാണ് എന്നോട് കടം വീടാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ അവർക്ക് സമ്പത്ത് കൊടുക്കാൻ തയ്യാറാണ്. ആരാണ് എന്നോട് പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ദ്വാരക്കുന്നത്, ഞാൻ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ തയ്യാറായി സജ്ജനായി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാൻ തയ്യാറായിട്ട് ആരാ ഉള്ളത്? ആ സമയത്ത് ഒരു അടിമ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട്, അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണം. അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. എൻ്റെ കടങ്ങൾ നീ വീട്ടി തരണം, എൻ്റെ ഖസാനകളുടെ വാതിൽ ഞാൻ തുറന്നു വന്നിരിക്കുന്നു, എൻ്റെ പ്രയാസങ്ങൾക്ക് നീ അറുതി വരുത്തണം, എല്ലാ പ്രയാസങ്ങളും ഞാൻ ദൂരീകരിച്ചു വന്നിരിക്കുന്നു, എൻ്റെ അപകടങ്ങൾ, എനിക്ക് നീ കണക്കാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് നീ നീക്കിത്തരണം, ഞാൻ നിനക്ക് കാവൽ നൽകിയിരിക്കുന്നു, പരിചയമായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുക്കുമെന്ന് മുത്തുനബി തങ്ങളല്ലേ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്നവന് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടാകും. ജനങ്ങളുടെ ഇടയിൽ ഒരു മഹബത്ത്, ആളുകൾ കാണുമ്പോൾ ഒരു ഇഷ്ടം, എന്തു പറഞ്ഞാലും ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഒരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. അവൻ ചോദിച്ചു വാങ്ങുന്നതല്ല, എനിക്ക് വലിയ ആളാകണം, എനിക്ക് ഈ മഹല്ലിൻ്റെ സെക്രട്ടറി ആകണം, എനിക്ക് ഈ മഹല്ലിൻ്റെ പ്രസിഡൻ്റ് ആകണം, എനിക്ക് ഈ നാടിൻ്റെ മന്ത്രിയാകണം, അങ്ങനെ ചോദിച്ചു വാങ്ങുന്നതല്ല, അധികാരം പിടിച്ചു വാങ്ങുന്നതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ ഒരു മഹബത്തിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ചില മുത്തവല്ലിമാരുണ്ടാകും, ചില സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുണ്ടാവും, ജനങ്ങൾ ആവേശത്തോടു കൂടി അവരെ ായിരിക്കണം ആ മഹല്ല്. ആവേശത്തോടെ അദ്ദേഹം മതി, ഇന്ന ഹാജിയാർ മതി, ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് സെക്രട്ടറി ആയിട്ടല്ലേ, പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ മുത്തവല്ലിയായിട്ട് അദ്ദേഹം മതി, ഞങ്ങളുടെ ഖാദിയായിട്ട് അദ്ദേഹം മതി. എന്തേ കാരണം? അള്ളാഹു ആ മഹബത്ത് ഇട്ട് കൊടുക്കുന്നത് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അദ്ദേഹം കൃത്യമായി ആ നിസ്കാരങ്ങളുടെ വിഷയത്തിൽ കൃത്യത പാലിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഹബത്ത്, ഒരു സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഇട്ടുകൊടുക്കും. അവരെ കൊണ്ട് ഒരുപാട് ഖൈറുകൾ അള്ളാഹു ദുനിയാവിൽ ആ നാട്ടിൽ നടത്തും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുപോലെ തന്നെ നാം ചെയ്യുന്ന ഏത് പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കാൻ തഹജ്ജുദ് നിസ്കാരം മതിയായതാണ്. ആ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ എത്ര വലിയ ആഗ്രഹങ്ങൾ ചോദിച്ചാലും, എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കാവൽ തേടിയാലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര മഹത്വങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പോരിശകൾ തഹജ്ജുദിൻ്റെ വിഷയത്തിൽ പല കിതാബുകളിലായി മഹാന്മാർ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പുന്നാര നബി തങ്ങളുടെ വാക്കുകളിൽ നിന്നും കടമെടുത്തവർ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതം നന്നാകണമെങ്കിൽ പരിശുദ്ധമായ നിസ്കാരങ്ങൾ കൃത്യമാകണം. ആ നിസ്കാരങ്ങളിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തഹജ്ജുദ് നിസ്കാരം, ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹു ചോദിക്കാൻ, എന്തും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ആ സമയം, അള്ളാഹു ചോദിക്കാൻ അവസരം നൽകിയ ആ സമയം നമ്മൾ ചോദിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു യാചിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമുക്ക് നൽകാൻ തയ്യാറാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തിന്മകളും അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്ത് അവൻ്റെ പരിശുദ്ധ സ്വർഗം പുൽകുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാളെ നിസ്കാരക്കാരെ വിളിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മയും വിളിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.